KSEB കൊള്ള. ജനങ്ങളെ വഞ്ചിക്കുന്ന ഈ സാഡിസ്റ്റ് മനോഭാവം എന്തിന്? KSEB ഫിനാൻസ് വിഭാഗത്തിൽ നിന്ന് 2 മാസം മുമ്പ് ലഭിച്ച വിവരാവകാശ മറുപടിയിൽ ബോർഡ് 218 കോടി ലാഭത്തിലാണ് എന്ന് പറയുന്നു. ലാഭത്തിലാണെങ്കിൽ പിന്നെ എന്തിനാണ് നിരക്ക് വർദ്ധിപ്പിക്കുന്നത്? ഈ സാഹചര്യത്തിലാണ് ജനങ്ങളെ ദ്രോഹിച്ച് പണം പിഴിയുന്ന സാഡിസ്റ്റാണോ KSEB എന്ന ചോദ്യം ഉയരുന്നത്. സർക്കാർ അധികാരത്തിലെത്തി 5ാം തവണയാണ് നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 1 യൂണിറ്റ് കറണ്ടിന് 16 പൈസയാണ് നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ആവശ്യത്തിന് മഴ ലഭിക്കുകയും കറണ്ട് ഉൽപാദനം കാര്യക്ഷമമായി മുന്നോട്ട് പോകുമ്പോഴാണ് നിരക്ക് വർധന എന്ന് ഓർക്കണം. 4.45%, അതായത് 37 പൈസയുടെ നിരക്ക് വർധനയാണ് നടത്തിയിരിക്കുന്നത്. ഈ കൊള്ള ലാഭം അദാനിയെ പോലുള്ള കോർപ്പറേറ്റുകളുടെ കീശ വീർപ്പിക്കാനാണോ എന്നാണ് പൊതുജനം ചോദിക്കുന്നത്. റെഗുലേറ്ററി കമ്മീഷൻ KSEBയുടെ ശുപാർശ അതേപടി അംഗീകരിക്കാൻ മാത്രമുള്ള സംവിധാനമല്ല. ശുപാർശ ജനഹിതത്തിന് എതിരാണെങ്കിൽ തള്ളാനും ബാധ്യസ്ഥരാണ്. കേരളത്തിൽ വെറും 4 ജില്ലകളിൽ മാത്രമാണ് റെഗുലേറ്ററി കമ്മീഷൻ ഹിയറിംഗ് നടത്തിയത്. ഈ ജില്ലയിൽ ഹിയറിംഗിന് പങ്കെടുത്തവരെല്ലാം നിരക്ക് വർധനയെ ശക്തിയുക്തം എതിർക്കുകയും ചെയ്തു. ജലവൈദ്യുത പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയാത്തതാണ് നിരക്ക് വർധനയ്ക്ക് പ്രധാന കാരണമായി KSEB പറയുന്നത്. ഇതിന്റെ ഉത്തരവാദികൾ ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ്. KSEB ബോർഡ് ചെയർമാൻ ബിജു പ്രഭാകറും റെഗുലേറ്ററി കമ്മീഷനും ചേർന്നുള്ള ഒത്തുകളിയാണ് ഈ നിരക്ക് വർധനയ്ക്ക് പിന്നിലെന്നും ആരോപണം ഉയരുന്നുണ്ട്. ജനങ്ങളെ കൊള്ളയടിച്ചു ബോർഡ് തലപ്പത്തിരുന്ന് വൈദ്യുത നിരക്കിൽ ലാഭം കൊയ്ത് ബോർഡ് ലാഭത്തിലാക്കി എന്ന പേരിൽ ജനങ്ങളുടെ വയറ്റത്തടിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. ഉദ്യോഗസ്ഥരുടെ ഈ കൊള്ള ലാഭം എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ജനങ്ങളെ പിഴിയണോ? അടുത്ത ഏപ്രിൽ മാസം മുതൽ 12 പൈസ കൂടി വർദ്ധിപ്പിക്കും. ഫലത്തിൽ അടുത്ത വർഷം 48 പൈസയുടെ നിരക്ക് വർധന ഉണ്ടാകും. പ്രതിമാസം 250 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് 30 രൂപ വരെയും 250 യൂണിറ്റിന് മുകളിൽ 40 രൂപ മുതൽ 50 രൂപ വരെയും നിരക്ക് വർദ്ധിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇത്തരത്തിൽ ജനദ്രോഹ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്തിനാണെന്ന് ജനങ്ങൾ ചോദിക്കുന്നത്. റെഗുലേറ്ററി കമ്മീഷനുമായി ചേർന്ന് വൈദ്യുത ബോർഡ് ഗാർഹിക ഉപയോക്താക്കളെ കൊള്ളയടിക്കുന്നത് എന്തിനെന്നും ചോദ്യം ഉയരുന്നുണ്ട്. ആഭ്യന്തര ഉൽപാദനം കൂടിയ സാഹചര്യത്തിലും പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നുവെന്ന കള്ളപ്രചാരണം അവസാനിപ്പിക്കണമെന്നും ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്നുണ്ട്.